Use headphones for the best experience. നാട്ടിലാവാൻ ദർശന ചേച്ചി കണ്ടില്ലല്ലോ അതുകൊണ്ടാണ് പറയാഞ്ഞേ. കാണുമ്പോ പറയായിരിക്കും, വരുമ്പോ പറയായിരിക്കും. വിശ്വസിക്കൂലേ? നമ്മളെ വിശ്വാസമില്ലല്ലോ മീനോട്ടിക്ക്. പക്ഷെ ഇത് പറഞ്ഞില്ലല്ലോ മീനോട്ടിയുടെ പാവം മീനോട്ടി. പ്രശ്നമില്ല സത്യം എനിക്ക് വീട്ടില് പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിരിക്കുക. എന്തിനാണെന്ന് അറിയാവോ? വാസമാമ വരുമ്പോ ബാൽക്കണിയിൽ ഇരുന്നിട്ട് വാസമാമനെ നോക്കി തുപ്പാൻ. അത് എനിക്ക് അറിയില്ലായിരുന്നു. എന്നോട് പറഞ്ഞു, ലങ്കാക്കുട്ട എനിക്ക് വീട്ടിന്റെ ചാവി തരാമോ, സ്പെയർ ചാവി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചാവി കൊടുത്തു. ചാവി കൊടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയാലി വലിയൊരു സ്കൂളിന്റെ മാനേജ്മെന്റ് അല്ലേ, നിങ്ങൾക്ക് എന്തിനാ ഈ വീട്ടിന്റെ ചാവി എന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് എന്നോട് കാര്യം പറയുന്നേ. എനിക്കാണെങ്കിൽ ചാവി തിരിച്ചു ചോദിക്കാനും പറ്റുന്നില്ല, തരുന്നില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല മീനുട്ടി. ഇപ്പൊ വാസുമാമനെ തുപ്പിക്കഴിഞ്ഞാലേ ചോദിക്കാൻ ദർശന ചേച്ചി. അത് വാസുമാമന്റെ പുതിയ കാമുകിയാ. പ്രപ്പോസ് ചെയ്തു, വാസുമാമൻ പ്രപ്പോസ് ചെയ്തു. മീനുട്ടി ഹോസ്പിറ്റലായിരുന്നില്ലേ, അതുകൊണ്ട് മീനുട്ടി അറിയാനിട്ടാ. പക്ഷെ പറയാൻ മീനുട്ടി ഉണ്ടായിരുന്നില്ലല്ലോ, മീനുട്ടി ഉണ്ടായിരുന്നില്ലല്ലോ പറയാൻ. അതിന് വാസുമാമൻ പറഞ്ഞപ്പോ മീനുട്ടി സിറ്റിയിൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വാസുമാമൻ പറയുന്നേ? ചിലപ്പോ വിട്ടുപോയായിരുന്നു. ഇതാരല്ലോ എലിയുടെ ഡിസ്കോഡ് കൊണ്ടിട്ടുണ്ടേ ദയവേത് ഈ വീഡിയോ ട്വിറ്റർ ആയിട്ട് പോസ്റ്റ് ചെയ്തോണ്ടേ ഇരിക്കണേ. ഡിലീറ്റ് ചെയ്താലും ഇഗ്നോർ ചെയ്താലും വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്തോണ്ടേ ഇരിക്കണേ കേട്ടോ. എന്നാലും അതെന്തായിരിക്കും വാസുമാമ പറയാ? അയ്യോ അതല്ലേ ഞാൻ ചോദിച്ചു, വാസുമാമൻ എന്താ മീനോട്ടോട് പറയാ? ദർശന എന്ന് പറഞ്ഞ മീനോട്ടി കണ്ടിട്ടില്ല അല്ലേ? സംഭവം എന്താണെന്നറിയാവോ? മീനോട്ടീനൊക്കെ വന്നു കഴിഞ്ഞാൽ ദർശനയുടെ കള്ളമൊക്കെ പൊളി. അതുകൊണ്ടാണ് മീനോട്ടി ഇല്ലാത്ത സമയത്ത് മാത്രം ദർശനം വരുന്നത്. ദർശനക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ട്. ദർശന ആദ്യം പറഞ്ഞത് ദർശനയുടെ അച്ഛൻ എന്തോ ബിസിനസ് മാൻ ആണ് എന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ നാട്ടിലൊക്കെ പാട്ടായി ദർശനയുടെ അച്ഛൻ മീൻ കച്ചവടക്കാരനാണ്. ഇപ്പൊ ദർശന പറയുന്നത് ദർശനക്ക് അച്ഛനില്ലെന്നൊക്കെയാണ്. പക്ഷെ അതിപ്പോ എന്തൊക്കെയോ എന്തൊക്കെയോ ചുരുളില്ലാത്ത രഹസ്യം ദർശനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അപ്പൊ മീനൂട്ടി വന്നു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ നമ്മളെല്ലാരും അറിയും. അത് ഈ ദർശനക്ക് പിടിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ദർശന മീനൂട്ടി ഉള്ളപ്പോ സിറ്റിയിലോട്ട് വരാത്തത് എന്നാണ് എന്റെ നിഗമനം. ഇതിനുശേഷം ഞാൻ മീനൂട്ടി കണ്ടിട്ടില്ലല്ലേ? ലോലമാമ ഇവിടെ ഉണ്ട്. ഞാൻ സ്പീക്കർ ഇടാവേ. ഇല്ല കണ്ടില്ല. എന്റെ അനിയത്തെ കണ്ടോ? അല്ല എന്റെ അനിയത്തെ വരെ ഇവിടെ. ലോലൻ മാമൻ എന്ന് പറയണത് നമ്മളെ ജീവിയിലെ ലോലൻ അല്ലേ? പുതുക്കില് ഇപ്പാറുണ്ട്. പിന്നെ കണ്ടായിരുന്നോന്ന് ചോദിച്ചേ. ഓ എന്റെ ഒരു അനിയത്തി ഉണ്ട് ദർശന നേരുള്ള. ആ അവളോ ആരാന്ന് അറിഞ്ഞോ മുതുക്കിലേക്ക് നിക്കാറില്ല. അത് ഞാൻ ചോദിച്ചാൽ മീനോട്ടി ഉണ്ടോ? ഞാൻ മുതുക്കിലോട്ടൊന്നും വന്നില്ലേ. ലോല നിന്റെ വാസവണ്ണന് ദർശന സെറ്റ് ആയില്ലേ? ഞാൻ മീനൂട്ടോട് പറഞ്ഞിട്ട് മീനൂട്ടിക്ക് വിശ്വാസിച്ചു. മോനെയല്ല സെറ്റാണ്. എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ലെന്നാ പറഞ്ഞത്. ഇങ്ങനെ പോയ ദർശനെ കെട്ടേണ്ട വരും കേട്ടാ. പ്രശ്നമാവും അത്. ഓ ക്ലാഷ് ആവാൻ പാടില്ല. എന്തെങ്കിലും ഇറക്കണം. തെറ്റായില്ലെന്ന് എനിക്ക് ഇറങ്ങൂടാ. ഇഷ്ടത്തിലല്ലേ വാസുവണ്ണന് ഇഷ്ടമല്ലേ? ആ ദർശനെ കൊണ്ടുപോകണാണ് ഇടക്കിടക്ക്. കണ്ട
മാസമാമ വരാത്തെ? അതുകൊണ്ടായിരിക്കും. ചേച്ചി മോസമാമ പോവാ എയർപോർട്ടിലാ, കൊണ്ടുവരാൻ പോണുണ്ടാ? ആയല്ലേ? വാവ്, ദാറ്റ്സ് കൂൾ. അങ്ങനത്തെ സന്തോഷ വാർത്തകളൊക്കെ ഷെയർ ചെയ്യൂ. കൊണ്ടുവിടാൻ ദർശന വരേണ്ടതാണല്ലോ. ദർശനം വന്നില്ലേ? അതാരാ? അവൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരൂല. കള്ളി, വെറും കള്ളി. ബുദ്ധിയില്ല, ബോധമില്ല, കള്ളിയുമാണ് കള്ളി. എന്റെ മോസമാമനെ ഞാനാ കൊണ്ടുവരുന്നത്. എന്നാലും കള്ളി ദർശനന്റെ അനിയത്തേണ്ട അറിയില്ല. അവള് മഹാ കള്ളിയാ. അവള് കല്യാണെങ്കിൽ എനിക്കെത്താ. അവളെ കള്ളിയാണ്. നിനക്കൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതാ കള്ളിയെന്ന്. എന്നിട്ട് എനിക്ക് കാണാൻ പറയണേ കള്ളിയെന്ന്. അവളെ മൂത്തോട്ട് കൊടുക്കണ്ട. ജുഗുറു അച്ഛനായി. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ്. എന്തൊക്കെ ഞാൻ എന്തൊക്കെ അനുഭവിക്കണോടാ ഞാന്. ഒരു ഗ്യാങ്ങിന്റെ ലീഡറായി പോയെന്നൊരു തെറ്റ് മാത്രമേ ഇപ്പൊ ചെയ്തുള്ളതാണ് മനസ്സിലായത് എനിക്ക് കേട്ടാ. മോബി ഉടനെ ആകും. എടാ നിങ്ങൾ നമ്മൾ RP അല്ലേ കളിക്കണേ? വാട്ട്? ഹലോ മാമന്റെ കൊച്ചല്ലേ മീനുട്ടി? മീനുട്ടിയുടെ മാസമാമന് ദർശന മാമി. മാമനാണോന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീനുട്ടീനോട് ഫസ്റ്റ് പറയും. പറഞ്ഞില്ല മീനുട്ടി, അതാണ് സത്യം. ആ. ഹലോ, വിഷമിക്കണ്ട മീനുട്ടി. ഞാൻ പറഞ്ഞില്ലേ മീനുട്ടി, നമ്മൾ വിഷമിക്കണ്ട മീനൂട്ടി. എന്തായാലും മന്ദബുദ്ധി വരുമ്പോ എന്നത് കാണാൻ പറഞ്ഞേക്ക്. കാണുവാണേല് അതേത് ഭാഷ? ആ മന്ദബുദ്ധി വരുമ്പോ കാണുമെന്ന് പറയാൻ ഞാൻ വരുമ്പോ കാണുന്ന കാര്യമാണ് അവൻ പറഞ്ഞേ. അപ്പൊ ദർശനായിരിക്കും അല്ലേ? എന്റെ ആയിരിക്കൂല. ഇതേ ഭാഷയാണോ? ദർശന ഇല്ല ഭാഷ. അപ്പൊ ദർശനം കൊണ്ടുപോയില്ലേ? മാമേനെ വല്ല ചേച്ചീനെ ഞാൻ കണ്ടെടുത്ത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മീനൂട്ടി കണ്ടുപിടിക്കുന്ന കൊച്ചിനൊന്നും വേണ്ടെന്ന് പറയാം. പിന്നെ മാസമാമനെ കുറച്ച് ഇഷ്ടമൊക്കെ കാണൂല്ലേ? എന്താ മീനുട്ടി ഇങ്ങനെ പൊസസീവ് അടിക്കാതെ? മാമേനെ ഇഷ്ടമൊക്കെ മീനുട്ടിക്ക് അറിയാം. ഇല്ലല്ല, അറിഞ്ഞൂടാ. പിന്നെ അല്ല, മാസമാമന് ദർശനം ചേച്ചിയല്ലേ ഇഷ്ടം? എന്താ മീനുട്ടി ഇങ്ങനെ നീ? അല്ല നമുക്ക് അല്ല കൊടുക്കാം. അല്ല എങ്ങനെയാണോ? അല്ല അല്ല വാത്തുമാമ മീനുട്ടിന്റെയാ. മാമനായിട്ട് മീനുട്ടിയുടെയാ. മാമനായിട്ട് പോരില്ലോ. അതെ, ഗേൾഫ്രണ്ടും ജീവിതമൊക്കെ വേണമല്ലോ. സത്യം. മീനുട്ടിക്ക് ഒരു കൂട്ട് വേണ്ടേ കളിക്കാനും? അതെ. കല്യാണം കഴിക്കണം. മീനുട്ടീനോട് കണ്ടിരിക്കാനാ വാത്തുമാമ പറഞ്ഞേക്കുന്നത്. ഇല്ലല്ല, മീനൂട്ടി കണ്ടുകൊടുത്ത ഐസ്ക്രീം തരേണ്ടി വരില്ലേ? ഇതാകുമ്പോ നമുക്ക് ഫ്രീ അല്ലേ? ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കാൻ എന്താ വില? നിങ്ങളൊക്കെ വെറുതെ വരെയാണ് എനിക്കറിയാം. വെറുതെ ഒന്നല്ല, സീരിയസ് ആയിട്ട് ഐസ്ക്രീം പറയാ. ക്യാൻസൽ. അതെ, ഐസ്ക്രീം ഒക്കെ പോയി. അവിടെ നീ മുതുക്കില് ചോദിച്ചോ, എല്ലാരും പറയും വാസുവണ്ണന്റെ ഗേൾഫ്രണ്ട് ദർശന, അങ്ങനെ പറയാം. സത്യം. മീനോട്ടിയോട് പറഞ്ഞില്ലല്ലോ, അത് മോശമായിപ്പോയി. മാമനാണെങ്കിലും മുതുക്കിലൊക്കെ പാട്ടായി കേട്ടോ. ഇത് മുതുക്കിലൊക്കെ പാട്ടായി. എത്രയും പെട്ടെന്ന് ഇമേജ് ചേഞ്ച് ചെയ്യാനുള്ള ടൈമായേ. സിംഗിൾ സ്റ്റാറ്റസിലേക്ക് വരണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. കൂട്ട കുഴപ്പമില്ല. മീനൂട്ടി ഞാൻ വാത്തുമാമേനെ വിളിക്കട്ടെ. ഇല്ല, വസവൻ ഇല്ലല്ലോ ഇന്ന്. വിഷമിക്കല്ലേ, പോട്ടെ. കുഴപ്പമില്ല മീനൂട്ടി. എന്തായാലും ഐസ്ക്രീം പോയില്ലേ? കുഴപ്പമില്ല. ക്ലാസ് ആയി, ക്ലാസ് ആയി, അതെ, അതെ. മീനുട്ടി